ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നേ തെങ്ങിൻ്റെ കുറച്ച് രോഗങ്ങൾ കാണിച്ചു തരാം. പറയല്ല, കാണിച്ചു തരാം. അപ്പോൾ നോക്കാം. ഇതൊരു തൈത്തെങ്ങാണേ. അപ്പോൾ ഈ തൈത്തെങ്ങിനാണ്ട് ഈ ഈ റൗണ്ട് ഷേപ്പിലെല്ലാം തന്നെ ചെല്ലി അറ്റാക്ക് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ലീഫ് ഇല്ലാതെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതിന് ചെല്ലി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടി ഇതിൻ്റെ രണ്ട് കവിളിൽ ഈ താഴത്തെ കവിളുണ്ടല്ലോ, കവിളിലാണ്ട് ഇങ്ങനെയാണ്ട് സക്ക് ചെയ്തതിന് ശേഷം ചവണി ഇങ്ങനെ ഇരിക്കും, ഈ ചണ്ടി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ചണ്ടിയിൽ നമുക്ക് നനവുണ്ടോ എന്നുള്ളത്, നനവുണ്ടെങ്കിൽ ഈ ചെല്ലി ഈ തെങ്ങിനകത്ത് ഇരിപ്പുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതിനകത്ത് ഇരിപ്പുണ്ടോ എന്ന്. ഇത് മൊത്തം കൊണ്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഈ മടലിനകത്തൂടെ ഹോളിട്ടാണ് ഇതകത്ത് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇത് തിന്ന് തീർന്നിട്ട് ഇത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സംഭവമില്ല. അപ്പോൾ കണ്ട് മടൽ തുരക്കുന്നത് കണ്ട് ഇതിനകത്ത് കാണാം. ഇതിനകത്തോട് ഹോൾ ഇട്ടിട്ട് കണ്ട് ഇത് ഹോളിട്ട് വന്നതിന് ശേഷമാണ് കണ്ട് ഇത് മുറിഞ്ഞു പോയിരിക്കുന്നത്. കണ്ടോ? ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ കറുത്ത ചെല്ലി വന്ന് ഇതുപോലെ അറ്റാക്ക് ചെയ്ത് ഹോളിട്ട് കൊടുക്കും. ഹോളിട്ട് കൊടുത്ത് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കണ്ടോ ഇതുപോലെ അങ്ങ് തിന്ന് നശിപ്പിക്കും. തിന്ന് നശിപ്പിച്ചു കഴിഞ്ഞ ശേഷം വലിയ ചുമന്ന ചെല്ലി വരും. അപ്പം നമുക്ക് ചുമന്ന ചെല്ലി വന്നിട്ട് തെങ്ങ് എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. അപ്പോഴുണ്ട് കൊമ്പൻ ചെല്ലി വന്ന് അറ്റാക്ക് ചെയ്തതിന് ശേഷം കൊമ്പൻ ചെല്ലി, അതായത് കറുത്ത ചെല്ലി, ഇത് രോഗമല്ല കീടമാണേ. അപ്പം കറുത്ത ചെല്ലി വന്ന് അറ്റാക്ക് ചെയ്തതിന് ശേഷമാണ് ആ തെങ്ങ് ആ സ്റ്റേജിൽ നമ്മൾ കണ്ടത്. ഇത് ചുമന്ന ചെല്ലി, അത് ചെമ്പൻ ചെല്ലി വന്ന് അറ്റാക്ക് ചെയ്തതിന് ശേഷം തെങ്ങിനെ അങ്ങ് മറിച്ചിടും. ആ മറിക്കുന്ന സമയത്ത് ഓലയെല്ലാം നല്ല ഹെൽത്തി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്കറിയാൻ പറ്റത്തില്ല ഇതിനകത്ത് ചെല്ലി ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും അറിയാൻ പറ്റത്തില്ല. ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മറിഞ്ഞു വീഴുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് തെങ്ങിൽ ചെല്ലി അറ്റാക്കാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ ചെമ്പൻ ചെല്ലിയും ചുമന്ന ചെല്ലിയും കറുത്ത ചെല്ലിയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ അതിൻ്റെ ലക്ഷണം കാണിച്ചു തരാം. ഇതാണ്ട് ഞാൻ മുന്നേ മറ്റേതിനകത്ത് കാണിച്ചില്ലേ, ഇതാണ്ട് ഇതുപോലെ കറുത്ത ചെല്ലി വരുമ്പോൾ ഇതുപോലെ സക്ക് ചെയ്തിട്ട് വേസ്റ്റ് ഇതിനകത്ത് കവിളിൽ, ഏറ്റവും കവിളെന്ന് പറയുമ്പോൾ ഈ മടലിൽ ഇങ്ങനെ സേവ് ചെയ്യും. അപ്പോൾ ഇത് ആരംഭ ദശയിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് മൂലമാണ് ഇത് നമുക്ക് മനസ്സിലാകാൻ പറ്റാത്തത്. ഇതാണ്ട് ഇതെല്ലാം ഈ കവിളിലിരുന്നതാണ്. അപ്പം ഇതുപോലെ നമ്മൾ ഏറ്റവും പിന്നത്തെ കവിളിലും വന്നതിന് ശേഷം മാത്രമാണ് ഇത് മറിക്കുന്നത്. അപ്പോൾ ഇവിടെ എവിടെയോ ഇത് ഹോൾ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതാണ്ട നിറച്ച് ഹോളാവും. അവിടെ വന്നിരുന്നിട്ട് അകത്തോട്ട് ഇതിന് ഹോളിടാനുള്ള അവസരം ഈ ചെല്ലി ഉണ്ടാക്കും. എന്നിട്ട് താണ്ട് ഇതുപോലൊരു റോൾ ഉണ്ടാക്കും. ഇതുപോലൊരു റോൾ ഉണ്ടാക്കിയതിന് ശേഷം ഇതിനകത്താണ് ചുവന്ന ചെല്ലി കയറിയിരിക്കുന്നത്. ചുവന്ന ചെല്ലി കയറിയിരിക്കുന്നത് ഇതിനകത്തിരുന്ന് മുട്ടയിടും. അപ്പോൾ ഇതുപോലെ ശരിക്ക് മുട്ടയാക്കി വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി മുട്ടയാക്കും. നനണ്ടോ? ഇത് നനവൊടി. ഇപ്പോൾ സാധനം ഇതിനകത്ത് അകത്തോട്ട് നനവുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ഒരു കത്തി എടുത്ത് നമുക്ക് ചകഞ്ഞ് നോക്കാം ഇതിനകത്ത് ഉണ്ടോ, സാധനം ഉണ്ടോ എന്ന്. ഈ കത്തി വെച്ച് നമുക്ക് കുത്തി നോക്കാം. കണ്ടോ? ഇതെല്ലാം ഈ ചോറെല്ലാം ഇങ്ങനെ അങ്ങ് തിന്നിട്ടാണ് ഇത് മറിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പക്ഷെ ആരംഭ ദശയിൽ നമുക്ക് നോക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ തെങ്ങിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. പിന്നെ പക്ഷെ ഇങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും ഇതുപോലൊരു കേടായ തെങ്ങ് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മുടെ പുരയിടത്തിലെ നിർത്താൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മൊത്തവും നമ്മൾ പതുക്കെ ചെവി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആ വണ്ടുകൾ ഇരുന്ന് ഇരയ്ക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഈ ചുമന്ന ചെല്ലിയാണെങ്കിൽ ചാണകത്തിൽ കുണ്ടളപ്പുഴു എന്ന രൂപത്തിലാണ് കാണപ്പെടുന്നത്. എന്നാൽ കറുത്ത ചെല്ലിയാണെങ്കിൽ ചാണകത്തിൽ കുണ്ടളപ്പുഴു രൂപത്തിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ചുമന്ന ചെല്ലിയാണെങ്കിൽ ഈ തെങ്ങിനകത്തിരുന്നാണ് മുട്ടയിട്ട് വിരിയുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെവി പതുക്കെ വെച്ച് കൊടുക്കുമ്പോൾ അതിനകത്ത് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അത് ഇവിടെ ഇരുന്ന് വിരിഞ്ഞ് മൊത്തത്തിൽ പറന്ന് എല്ലാ തെങ്ങിലും അറ്റാക്ക് ചെയ്യും. അതോ ഇവിടെ ആഹാരം കഴിക്കാനുണ്ടായതുകൊണ്ടാണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ തെങ്ങ് മറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ ഇതിനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കളയുക. ഇപ്പോൾ മണ്ണെണ്ണ കിട്ടാനില്ലെന്ന് പറയും നിങ്ങളിടുമ്പം, പക്ഷേ പെട്രോൾ ആയാലും മതി, ഒരു ശകലം എടുത്ത് വെച്ച് നമുക്ക് ഈ തെങ്ങിനെ എങ്ങനെയെങ്കിലും കത്തിച്ച് കളയാൻ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള തെങ്ങുകളെല്ലാം മറിയും. ഇപ്പം എൻ്റെ പുരയിടത്തിലെ തെങ്ങല്ലേ പോയത്, അപ്പം ഞാൻ അതിനെ നശിപ്പിച്ചില്ല എന്നുള്ളത് കരുതി ഇട്ടിരുന്നാൽ മറ്റുള്ളവൻ്റെ തെങ്ങും കൂടെ പോകും. അതുകൊണ്ട് നമ്മൾ വീഴുന്നത് നശിപ്പിച്ച് കളയാൻ നോക്കുക. അപ്പോൾ ഇതിനകത്ത് ആഴത്തിലോട്ട് നാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇതിനകത്തുണ്ട്. ഉള്ളത് കാണിക്കാനാണ് ഈ നനവ്. ഈ നനവ് എപ്പോൾ ഉണ്ടെന്ന് വെച്ചാൽ നിറച്ച് ഇതിനകത്ത് ഉണ്ടായിട്ടാണ് ഈ നനവ് കാണുന്നത്. ഇതേ പിച്ചാത്തി ഇട്ടിട്ടൊന്നും കിട്ടുന്നില്ല. ഞാൻ കൈയിട്ട് നോക്കാം ഉണ്ടോന്ന്. എനിക്ക് തോന്നുന്നു നനവുണ്ടായതുകൊണ്ട് കാണും. വല്ല ഉരുന്നല്ലോ ഉണ്ടോ ഇതിനകത്ത്? അല്ലണ്ടോ ചണ്ടി ഇതിനകത്ത് ഹോളിൽ കൂടെ, ഹോളകത്തോട്ട് നോക്കടേ. ക്യാമറ ഒന്ന് വെച്ച് നോക്കും ഇതിനകത്തോട്ട്.
അകത്തോണ്ട് സംഭവം ഉണ്ട്, അത് അകത്തോട്ട് ഉള്ളോട്ടുണ്ട് അത് സാധനം. കിട്ടുമോ എന്ന് നോക്കാനാ നോക്കിയത്. അപ്പം നനവുണ്ടായതുകൊണ്ട് ഇതിനകത്ത് കാണും. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെയുള്ള സാധനം ഇവിടെ നിർത്താതെ മുറിച്ച് കളയുക തന്നെ വേണം. അപ്പോൾ ആരംഭ ദശയിൽ നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫെർട്ടറ എന്ന് പറയുന്ന ഇൻസെക്ടിസൈഡ് വാങ്ങാൻ കിട്ടും. അത് കീടനാശിനി കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ട് ഒരു 6 ഗ്രാം ഫെർട്ടറ മിക്സ് ഗ്രാനുവൽ രൂപത്തിലാണ് അത് കിട്ടുന്നത്, പൊടി രൂപത്തിലാണ്. അപ്പോൾ 6 ഗ്രാം ഫെർട്ടറ എടുത്തിട്ട് 250 ഗ്രാം മണലെന്ന് പറഞ്ഞാൽ ചിലർക്ക് മണൽ കിട്ടാൻ ഇല്ലായിരിക്കും, അതിന് പകരം പാറപ്പൊടി എടുക്കണം. അപ്പോൾ 250 ഗ്രാം മണലിനകത്ത് അല്ലെങ്കിൽ പാറപ്പൊടിക്കകത്ത് 6 ഗ്രാം ഫെർട്ടറ ഇൻസെക്ടിസൈഡ് മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലത്തെ കവിളിൽ എന്ന് പറഞ്ഞാൽ 1, 2, 3 മുകളിലത്തെ കവിളിൽ ഇതിനകത്ത് ചൂട്ടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നിറയെ ഫില്ല് ചെയ്ത് കൊടുക്കുക. മണ്ട വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് ഫില്ല് ചെയ്യേണ്ടുന്നത്, ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫില്ല് ചെയ്യുന്നത് തന്നെ നമ്മൾ 45 ദിവസം കൂടുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്യും. 45 ദിവസം കൂടുമ്പോൾ നിറച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചെല്ലിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ അന്നേരം ഈ പ്രശ്നവും വരത്തില്ല. അപ്പം പറഞ്ഞല്ലോ, നേരത്തെ കറുത്ത ചെല്ലി വന്ന് ഹോളിട്ട് കൊടുത്തിട്ട് അതിനുശേഷമാണ് ആ ഹോളിലാണ് ചെമ്പൻ ചെല്ലി വരുന്നത്. അപ്പം നമ്മൾ അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആരംഭ ദശയിൽ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ നാമ്പല കഴിഞ്ഞതിന് ശേഷമുള്ള ഈ 3 കവിളുണ്ടല്ലോ, ഈ 3 കവിളിൽ നമുക്ക് വേപ്പും പിണ്ണാക്കും പാറപ്പൊടിയും കൂടെ നിറച്ചു കൊടുക്കണം. വേപ്പും പിണ്ണാക്കും പാറപ്പൊടിയും കൂടെ ഈ 2 ഹോളിൽ നിറച്ചു കൊടുത്തിട്ട് നമുക്ക് തൈത്തെങ്ങിനെ കൺട്രോൾ ചെയ്യാം. പിന്നെ പാറ്റാ ഗുളികയും വെച്ച് കൊടുക്കാം. ഈ പാറ്റാ ഗുളിക വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 650 ഗ്രാം സൈസുള്ള പാറ്റാ ഗുളിക തന്നെ വെക്കണം. നല്ല സ്മെല്ലുള്ള പാറ്റാ ഗുളികയുണ്ട്. അപ്പോൾ അത് 45 ദിവസം ആകുമ്പോൾ നിറച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ദൂരിന്ന് ഒരു പക്ഷേ ചിലപ്പോൾ ചില തെങ്ങുകളിൽ ഇങ്ങനെ ഹോളിടാൻ തുടങ്ങി കാണത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഓല വന്ന് വെട്ടാൻ തുടങ്ങി കാണത്തേ ഉള്ളൂ. അപ്പോൾ ഓല വെട്ടുന്ന ലക്ഷണമാണ് കണ്ട ആ മുകളിൽ ഓലയ്ക്ക് ഷേപ്പ് ഇല്ലാത്ത രീതിയിൽ മുകളിൽ ഇത് കാണത്തില്ല, ലീഫൊന്നും തുമ്പ് കാണത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഓലകൾ ആദ്യമേ വന്ന് ഇവർ ഇങ്ങനെ ഓലയാണ് വെട്ടാൻ തുടങ്ങുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കണം ഈ തെങ്ങ് ചെല്ലിയുടെ അറ്റാക്കിന്റെ കേന്ദ്രമായി തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലായി തുടങ്ങുമ്പോഴേ നമ്മൾ ചെല്ലിക്കെതിരെയുള്ള കൺട്രോൾ മെഷർ തുടങ്ങണം. അപ്പോൾ നമുക്ക് ചെല്ലിക്കോല് വെച്ച്, പണ്ട് ചെല്ലിക്കോലൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ചെല്ലിക്കോല് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ ഈ പപ്പടം കുത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് നമ്മൾ കുത്തി നോക്കുമ്പോൾ നമുക്ക് ചെല്ലി ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് കുത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിലുള്ള സംശയങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാം. അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.